ഹായ് ഓൾ, ഹാപ്പി ഈവനിങ് ആൻഡ് വെൽക്കം ടു ഗ്ലോബൽ ഹാപ്പി സ്കൂൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം നിലാസർ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ചില്ലായി, എന്താ പറയുക, മഴയൊക്കെ ഏകദേശം ഒന്ന് തോർന്ന് വന്നതേ ഉള്ളൂ ഇപ്പോൾ, അല്ലേ? നമ്മൾ ആലോചിച്ചാലറിയാം, മെയ് മാസത്തിലൊക്കെയുള്ള മഴ ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ എല്ലാം ഒന്ന് കെട്ടടങ്ങി നമ്മൾ വീണ്ടും പഴയ സ്കൂൾ ലൈഫിലേക്ക് ഇങ്ങനെ കടന്നു കയറിക്കൊണ്ടിരിക്കുന്ന സമയം, അല്ലേ? ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങി, ഒരുപാട് സിനിമയൊക്കെ എന്ത് ചെയ്യുന്നു, ഇപ്പോഴും ഇങ്ങനെ റണ്ണിങ്ങിൽ കൊണ്ടിരിക്കുന്നു. ഇനി പുതിയ ഫിലിംസ് വരാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രത്യേക ആക്ടിവിറ്റിയെ കുറിച്ചാണ്. നമ്മളിന്ന് ക്ലാസ് എടുക്കുകയൊന്നുമില്ല, നമ്മളിന്ന് എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ചെറിയ കുഞ്ഞു ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കാണുന്ന പാരൻസിനോടും എനിക്ക് ആദ്യം പറയാനുള്ളത്, എന്ത് ചെയ്യരുത്, ഈ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര പെർഫെക്ഷനിസം കൊണ്ടുവരാൻ നോക്കരുത്. അതങ്ങനെയാവണം ഇങ്ങനെയാവണം, അങ്ങനെ ഒന്നുമില്ല. എന്താണോ ഫീൽ ചെയ്യുന്നത് അങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുത്തു വിടണം പിള്ളേർക്ക്. അല്ലാതെ എന്ത് ചെയ്യരുത്, അതങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള യാതൊരു, ഇവിടെ ജഡ്ജ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മുടെ നിലയിലേക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെ 2 വർഷമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, പല സ്കൂളുകളായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, പല സ്കൂളുകളിൽ പോയി ക്ലാസ് എടുക്കുന്നുണ്ട്, അതേപോലെ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്തിരുന്നു, നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നായിരുന്നു, എല്ലാവരും കുറേ പേര് എന്ത് ചെയ്യുന്നുണ്ട്, മാസ്ക് ഒക്കെ വെച്ച് നടക്കുന്നത്. അപ്പോൾ ഞാൻ മാസ്ക് വെച്ചോട് ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഒന്നുമില്ല, അവർക്ക് കംഫർട്ടബിളാണ്, അതുകൊണ്ടാണ് വെക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതിനിടയിൽ ഒരു കുഞ്ഞിനോട് പറഞ്ഞു, സാറേ എനിക്ക് ഡബിൾ ചിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്താ മോളെ ഡബിൾ ചിൻ? അപ്പോൾ പറഞ്ഞു, ഇവിടെ താടി ഒന്നും കൂടെ, ഇവിടെ കഴുത്തൊന്ന് തടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, മുഖം കാണിക്കാൻ ഭയങ്കര മടിയാണ്. വേറൊരു പയ്യനോട് പറഞ്ഞു, അവൻ്റെ പല്ല് ഭയങ്കര എന്താണ്, ഇങ്ങനെ കോടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അവന് ചിരിക്കുമ്പോൾ ഭയങ്കര എന്ത് ചെയ്തു തോന്നുന്നു, കോൺഫിഡൻസ് കുറവ് തോന്നുന്നു, അതുകൊണ്ടാണ് മാസ്ക് ധരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരോടൊക്കെ ഞാൻ അങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത്, നമ്മുടെ എല്ലാവരുടെയും ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ആരായിരിക്കും? നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നു, നമ്മൾ വാട്സപ്പിൽ കാണുന്നു, നമ്മൾ വെളുത്തിട്ട് വാറുന്നതൊക്കെ കാണുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലൊക്കെ ആയിട്ട് കാണാറുണ്ട്, ഇല്ലേ? നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ, നമ്മുടെ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആരെ വെച്ചാൽ കമ്പയർ ചെയ്യുന്നത്, നമ്മൾ കൃത്തിക് റോഷനെ വെച്ചിട്ടും ഷാറുഖ് ഖാനെ വെച്ചിട്ടും അതേപോലെ തന്നെ ദുൽഖർ സൽമാനൊക്കെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടാവുക. അവരെ ഹെയർ സ്റ്റൈൽ ഇതാണ്, അവർ ഉപയോഗിക്കുന്ന ഷർട്ട് ഇതാണ്, അതുകൊണ്ട് എൻ്റെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഇതായിരിക്കും. എന്ത് ചെയ്യണം, പല്ല് ഒന്ന് ഇങ്ങനെ ആയി പോയാൽ പ്രശ്നമാണ്, മൂക്കൊന്ന് വളഞ്ഞു പോയാൽ പ്രശ്നമാണ്, കണ്ണിൻ്റെ ഒരു പിരികം എങ്ങനെ കയറി പോയാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ പിരികം ഇങ്ങനെ ആയാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ മുടി ഇങ്ങനെ കളറടിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഓരോരുത്തരായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, കമ്പയർ ചെയ്യുന്നുണ്ടാവും, ഇല്ലേ? അങ്ങനെയല്ല തന്നെയല്ലേ നമ്മൾ ഓരോരോ ഫാഷൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പുതിയ ഫാഷൻസ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ഫ്ലോറൽ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ, അതിന് ശേഷമുള്ള പ്രാവശ്യം ഫുള്ള് മറ്റേ ചെക്ക് ഷർട്ടും, കുറച്ച് കാലം സ്കിന്ന് ഫാൻ്റായിരിക്കും, കുറച്ച് കാലം കഴിയുമ്പോൾ അതൊക്കെ മതി നല്ല എന്ത് ചെയ്യുന്നുണ്ട്, സ്കിൻ ഫിറ്റ് അല്ലാത്ത ഫാൻ്റായിരിക്കും ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരുപാട് എന്ത് ഉണ്ടാവും, മോഡൽസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ നമ്മളെല്ലാം അളക്കുന്നത് എന്താ, വേറൊരാളെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ബ്യൂട്ടി കൺസെപ്റ്റൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോരുത്തരും നമ്മൾ തന്നെ ഇങ്ങനെ, ഓക്കെ ഞാനിങ്ങനെയാണല്ലേ, എന്നെ കാണാൻ ഇത്ര ഭംഗിയാണല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെയല്ലേ? ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, നിങ്ങൾ തന്നെ അറിയാൻ പോവുകയാണ്. നിങ്ങൾ തന്നെ അറിയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ വരക്കാൻ പോവുകയാണ്. അതെ, ഇന്നത്തെ ആക്ടിവിറ്റിയുടെ പേരാണ് സെൽഫ് പോർട്രേറ്റ് ഡ്രോയിങ് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ചെയ്ത് വെക്കാറും കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കാറൊക്കെ ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ പറഞ്ഞ പോലെ പാരൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിന് ഒരുപാട് പെർഫെക്റ്റ് ആക്കാൻ നോക്കരുത്. എങ്ങനെയാണോ കുഞ്ഞുങ്ങൾ ഇത് ചെയ്യുന്നത് അങ്ങനെ തന്നെ അവർ ചെയ്തു പോട്ടെ, അതിൻ്റെ രീതി തന്നെ എന്ത് ചെയ്യണം, നമുക്കത് കാണണം എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് കണ്ണടച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഒന്ന് പറ്റി ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളെ പറ്റി ആലോചിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് എന്തായിരിക്കും, നിങ്ങളുടെ മുഖം. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഹീറോയിനായിട്ട്, അല്ലെങ്കിൽ ഹീറോയിനായിട്ട് വരാന്തിയിലൂടെ നടക്കുന്നു, അങ്ങോട്ട് നടക്കുന്നു, ഇവിടെ നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്ന ലോകത്തിലേക്ക് എത്തുന്നു. നമ്മുടെ എപ്പോഴും മുഖവും അതേപോലെ തന്നെ ഈ ബോഡിയൊക്കെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. അല്ല, ഇന്ന് നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് മറ്റു കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ സൊസൈറ്റി പറയുന്നതോ, ഈ സ്കൂൾ പറയുന്നതോ, ഈ നാട്ടുകാരെ പറയുന്നതോ ഒന്നുമല്ല. നിങ്ങൾ തന്നെ നിങ്ങളെ പറ്റി എന്ത് ചെയ്യാൻ പോവാണ്, അന്വേഷിക്കാൻ പോവാണ്. ക്ലിയർ? നമുക്ക് ചെയ്തു നോക്കാം, എന്തായിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റി, എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യമായി ചെയ്യാനുള്ളത്, ഒരു വെള്ള പേപ്പർ എടുക്കാം. അപ്പോൾ അതാ ഞാനൊക്കെ എടുത്തിട്ട് പോയിട്ടുള്ള ഒരു വെള്ള പേപ്പർ, അതൊരു A4 പേപ്പർ ആവാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് A4 പേപ്പറാണ്. കാരണം ആവശ്യമുണ്ട്, സർപ്രൈസാണ്, ലാസ്റ്റ് പറഞ്ഞു തരാം. ശരി, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, മുകളിൽ നമ്മുടെ പേര് എഴുതുന്നു. ക്ലിയർ? നമ്മുടെ പേര് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ തന്നെ സ്വന്തം ചിത്രം വരയ്ക്കുക.
വേറെ എവിടെയും നോക്കണ്ട. നിങ്ങൾ തന്നെ എന്ത് ചെയ്യാൻ പോവാണ്? ചിത്രം വരക്കാൻ പോവാണ്. അത് എങ്ങനെ ആയിക്കോട്ടെ, ഏത് ഭംഗിയിലായിക്കോട്ടെ, എന്ത് ചെയ്യണം? ഇല്ല, എൻ്റെത് ഞാൻ കാണിച്ചു തരത്തില്ല. കാരണം എന്താണ്, എൻ്റെത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കോപ്പി അടിക്കാൻ നോക്കും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ കാണരുത്. നിങ്ങളുടെ ഫേസ്, നിങ്ങളുടെ എല്ലാ ബോഡി പാർട്ടും വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു ചിത്രം വരക്കണം. ഈ ചിത്രം ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ചിത്രം വരക്കാൻ വേണ്ടിയിട്ട്. അതിൽ കണ്ണുണ്ടാവണം, എല്ലാ ബോഡി പാർട്ടും ഉണ്ടാവണം. നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ചിത്രം വരയ്ക്കുക. ക്ലിയർ? സിമ്പിളാണ്. ഒരു സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ, നിങ്ങളുടെ ഫേസ്, ഇതെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഒരു ചിത്രം വരക്കുന്നു. ക്ലിയർ? നോക്കാം നമുക്ക് എന്താണ് നടക്കാൻ പോകുന്നുള്ളത്. ഇങ്ങനെ ചിത്രം വരച്ചതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യാൻ പോകേണ്ടത് എന്താണെന്നറിയോ? നിങ്ങളുടെ ഏറ്റവും ഇതിൻ്റെ മുകളിലായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഹൃദയത്തിൻ്റെ ഭാഗത്തായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം നിങ്ങളുടെ കുറച്ച് സ്ട്രെങ്ത്തിനെ പറ്റിയാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര നന്നായിട്ട് ചിത്രം വരക്കും. എൻ്റെ ചിത്രം ഞാൻ കാണിച്ചു തരില്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യും, നന്നായിട്ട് ചിത്രം വരക്കും. കാരണം നിങ്ങളിതെല്ലാം കോപ്പി അടിക്കുന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളുടെ സ്ട്രെങ്ത്ത്, നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ള എന്തിലാണ്. ചിലർ ബാക്കിയുള്ളവരെ സഹായിക്കാനാവാം, ചിലർ കുക്കിങ്ങിലാവാം, ചിലപ്പോൾ ഡ്രോയിങ് ആവാം, ചിലപ്പോൾ ബൈക്ക് ഓടിക്കുന്നതിലാവാം. അങ്ങനെ ഒരുപാട് സ്ട്രെങ്ത്തുകൾ നമുക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഹാർട്ടിൻ്റെ ഒരു പൊസിഷൻ അവിടെ നിന്ന് മാറ്റി നിങ്ങൾ ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതേണ്ടത് നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ അടിപൊളിയായിട്ടുള്ളത്, നിങ്ങളുടെ സ്ട്രെങ്ത്ത് പാർട്ട് എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യണം, ഒരു 3-4 സ്ട്രെങ്ത്ത്, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഏറ്റവും നല്ല സ്ട്രെങ്ത്ത് ആയിട്ടുള്ള ഒരു 3-4 കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ക്ലിയർ? ശരി. ഇനി നിങ്ങളുടെ തലയുടെ വലതു ഭാഗത്തായിട്ട് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ വാല്യൂസിനെ പറ്റിയാണ്. എന്താണ് വാല്യൂസ്? നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് മൂല്യം കൽപ്പിക്കുന്നത് എന്തിനാണ്? ചിലപ്പോൾ അത് ഭയങ്കര സ്നേഹത്തിനായിരിക്കാം, ചിലപ്പോൾ സത്യസന്ധത ആയിരിക്കാം. അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ ഞാൻ മൂല്യം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്കിയുള്ളവരെ സ്നേഹിക്കാനാണോ? അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് കരുണ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ഞാനൊരു സത്യസന്ധനാവാൻ വേണ്ടിയിട്ടാണോ? ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പല മൂല്യങ്ങളുണ്ടായിരിക്കാം. ഈ വാല്യൂസ് ഏതാണ് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. ഓക്കെ. ഇനി ഏറ്റവും താഴെ നിങ്ങൾ എഴുതേണ്ടത് വേറൊരു കാര്യം കൂടിയാണ്. എന്ത്? യുവർ ഡ്രീം. എന്താ എഴുതേണ്ടത്? നിങ്ങളുടെ ഡ്രീമിനെ പറ്റിയാണ് നിങ്ങൾ എഴുതേണ്ടത്. വാട്ട് യു വാണ്ട് ടു ബി. നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണോ നിങ്ങൾ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹം, അതെന്താണോ നിങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ചിത്രം നിങ്ങൾ വരയ്ക്കുക. ആ ചിത്രം വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള സ്ട്രെങ്ത്ത് എന്താണെന്നുള്ളത് എഴുതണം, വാല്യൂസ് എന്താണെന്നുള്ളത് എഴുതണം, അതേപോലെ തന്നെ നിങ്ങളുടെ ഡ്രീം എന്താണെന്നുള്ളത് എഴുതണം. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, നിങ്ങളുടെ ചിത്രം വരച്ചിട്ട് അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് എഴുതാനുണ്ട്. മനസ്സിലായോ? ഇനി ഈ ഒരു സംഭവത്തിന് വേണമെന്ന് നിങ്ങൾക്ക് എത്ര ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് പൂവ് വരക്കാം, ഇവിടെ നിങ്ങളുടെ വീട് വരക്കാം, ഇവിടെ നിങ്ങളുടെ എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ വരക്കുന്നൊരു മല, അതിൻ്റെ പുറകിലൊരു സൂര്യൻ, കുറേ കാക്കകൾ പറന്നു പോകുന്നു, ഇങ്ങനെയല്ലേ? അല്ല, നിങ്ങൾക്ക് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ സെൽഫ് പോർട്രേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്യൂട്ടിഫുള്ളാക്കി മാറ്റാൻ കഴിയും. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ നല്ലൊരു വെള്ള പേപ്പറിലായിരിക്കണം ഇത് എഴുതേണ്ടതും വരയ്ക്കേണ്ടതും. ഈ വരച്ച സാധനം എന്ത് ചെയ്യുക, നല്ലൊരു ചിത്രം എടുക്കുക. നല്ല നിങ്ങളുടെ മൊബൈൽ ഫോണ് ചിലപ്പോൾ ഐഫോൺ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ സാംസങ് ഉണ്ടായിരിക്കാം, റെഡ്മി ഉണ്ടായിരിക്കാം, റിയൽമി ഉണ്ടായിരിക്കാം, എല്ലാ ഫാൻസും ഇവിടെ കമോൺ. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇത് നല്ലൊരു ക്ലിയർ ആയിട്ട് ചിത്രം വരച്ചിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലോ, ഒന്നെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടാം, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലോ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ഡാറ്റയും സഹിതം എന്ത് ചെയ്യാൻ പറ്റും, അയച്ചു തരാൻ പറ്റും. എന്താ ഞങ്ങളിത് ചെയ്യാൻ പോകുന്നത്, ഞങ്ങളിത് ചെയ്തിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യും, പെർഫെക്ഷൻ ഞങ്ങൾക്ക് വേണ്ട, അത്രത്തോളം അടിപൊളിയാക്കി എൻ്റെ ചിത്രം വലിയ രസമില്ല അതുകൊണ്ട് ഞാൻ അയക്കുന്നില്ല എന്നുള്ള തോന്നലേ വേണ്ട. കാരണം ഞങ്ങളിവിടെ നോക്കുന്നത് പെർഫെക്ഷൻ അല്ല. ഒരിക്കൽ ഞങ്ങളിവിടെ നോക്കുന്നത് ഞങ്ങൾ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യും, നിങ്ങൾ തരുന്ന ഓരോ എൻട്രിയും നമ്മൾ എന്ത് ചെയ്യും, ഒരു മാഗസിൻ ആക്കിയിട്ട് തന്നെ ആയിരിക്കും, ഒരു ന്യൂസ് ലെറ്റർ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ആ ന്യൂസ് ലെറ്ററിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും ഒന്നിനൊന്നായിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ ആഡ് ചെയ്യും. അതിൽ ഞങ്ങൾ പറഞ്ഞ പോലെ ഒരാളുടെയും പെർഫെക്ഷൻ ഞങ്ങൾ നോക്കത്തില്ല. നിങ്ങൾ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടിരിക്കും, ഞങ്ങളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. കൃത്യമായിട്ടൊരു സെൽഫ് പോർട്രേറ്റ് വരയ്ക്കുക, അതേപോലെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ എന്ത് ചെയ്യുക, വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി രക്ഷിതാക്കളോടാണ്,
നിങ്ങളിത് ഈ ചെയ്യുന്നത് എല്ലാവർക്കും സിമ്പിളാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ സിമ്പിളാണെന്ന് തോന്നുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, നമ്മളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. നമ്മളെപ്പറ്റി ചിന്തിക്കുമ്പോഴെല്ലാം നമ്മൾ ആലോചിക്കുന്നതായിരിക്കും നമ്മുടെ കണ്ണിന് ഇവിടെ കുറവുണ്ട്, ഇവിടെ ഇതുണ്ട്, അതേപോലെ തന്നെ എനിക്ക് മറ്റേ ക്രീം മേടിക്കണം, എൻ്റെ മുടിയോ സ്റ്റൈൽ ഇങ്ങനെ മാറ്റണം എന്നുള്ളതായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ടും ഇന്നർ വാല്യൂസിനെ കുറിച്ചിട്ടും ഇന്നർ ഡ്രീംസിനെ കുറിച്ചും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പലപ്പോഴും നമ്മൾ ബോധഡായിരിക്കില്ല. അപ്പോൾ ഈ ചിത്രം വരച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഞങ്ങൾക്ക് ഫോട്ടോയോ അയച്ചു തരുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി അയക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലായത്? നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന, നിങ്ങളുടെ ഏറ്റവും ആൾക്കാർ അഡ്മയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആൾക്കാരുടെ ഇടയിൽ അറിയപ്പെടാനുള്ള നിങ്ങളുടെ ആ ഒരു കഴിവ് ശരിക്കും എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നു ഏറ്റവും കൂടുതൽ ആവശ്യമായിരുന്നത്, ഇനി എന്താണ് എനിക്ക് ആവാൻ പോവേണ്ടത്, ഇത് മറ്റൊരാളുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്തെല്ലാം എൻ്റെ സഹായത്തിൽ ഇൻപുട്ട് ഇടാൻ പറ്റും, അത് ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ കഴിയും. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് എഴുതി ഞങ്ങൾക്ക് അയച്ചു തരണം. ക്ലിയർ? ഞാൻ വീണ്ടും പറയുന്ന രക്ഷിതാക്കളോട്, നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഈ ചിത്രത്തിൻ്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അവൻ അങ്ങനെ വരച്ചു, ഇതിങ്ങനെ മൂക്കൊന്നും ഇങ്ങനെ റെഡി ആക്കണം എന്നൊന്നും പറയരുത്. എന്ത് ചെയ്യണം, അവരെ ഫ്രീ ആയിട്ട് വിടുക, കൃത്യമായിട്ട് അവരെ എഴുതി അയക്കാൻ പറയുക. ആ എഴുതി അയക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരണം. നമ്മുടെ സൈക്കോളജിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരുന്നു സെൽഫ് പോർട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ കൃത്യമായ സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സെൽഫ് എസ്റ്റീം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സെൽഫ് വേർത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണ് ശരിക്കും സെൽഫ് പോർട്രേറ്റ്. കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായി തോന്നുന്നു, എന്താ എൻ്റെ ചിത്രം വരച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ചിത്രം വരച്ച് അയച്ചു കൊടുക്കുന്നതിലൂടെ എന്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതല്ല. പക്ഷേ ഞങ്ങൾക്ക് എന്താണെന്നുള്ളത് വെച്ചാൽ നമ്മുടെ എന്താണ് കഴിവ് എന്നുള്ളത് നമുക്ക് തന്നെ ബോധ്യമാവും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ചിത്രം വരച്ചിട്ട് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ടാസ്ക് അല്ലെങ്കിൽ കുഞ്ഞു ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ബേസ് ചെയ്തിട്ടുള്ളത് എന്താണ്, കൃത്യമായിട്ട് സൈക്കോളജിയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. ഞങ്ങൾക്ക് നിങ്ങളുടെ എൻട്രീസ് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരുന്നു. അത് ഞങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായ സപ്പോർട്ട് വേണം. നിങ്ങളുടെ ഓരോരോ സപ്പോർട്ടാണ് നമ്മുടെ ഓരോരോ പുതിയ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്. ഇതൊരിക്കലും നിങ്ങളുടെ ഹോംവർക്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ അയ്യോ ഇത് ചെയ്ത് അയക്കണമല്ലോ എന്നുള്ള രീതിയിലേ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് തോന്നുന്ന സമയത്ത്, നിങ്ങൾക്ക് ഇമോഷണൽ ഹെൽത്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കിത് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി ആയിട്ട് പുതിയ എന്ത് ചെയ്യാം വരാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ.